വയനാട് തലപ്പുഴയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ ബോംബ് നിർവീര്യമാക്കി. 5 കിലോ ഭാരമുള്ള ബോംബാണ് ബോംബ് സ്ക്വാഡ് നിർവീര്യമാക്കിയത്. തണ്ടർബോൾട്ടും പോലീസും പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെ വൈകിട്ടാണ് മേലെ തലപ്പുഴയിലെ ആദിവാസി മേഖലയിൽ നിന്ന് സ്ഫോടക വസ്തു കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ദീപക് മോഹൻ, ഗുഡ് മോർണിംഗ്. ഏത് തരത്തിലുള്ള ബോംബാണ് അവിടെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് സുജയ പാർവതി. തലപ്പുഴ മക്കിമലയിലുള്ള ആദിവാസി കോളനിക്ക് സമീപം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ ജനവാസ മേഖലയോട് ചേർന്ന വനമേഖലയുടെ അതിർത്തിയിൽ ഈ ഫെൻസിങ്ങിന് സമീപത്തുള്ള നടപ്പാതയിൽ ഇത്തരത്തിലൊരു കുഴിബോംബ് കണ്ടെത്തിയത്. കുഴിബോംബ് എന്ന് പറഞ്ഞാൽ IED ഡിവൈസാണ്, അതായത് ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്ന് പറയുന്ന ആ ഒരു സ്ഫോടക വസ്തു തന്നെയാണ്. 8 ജലാറ്റിൻ സ്റ്റിക്കുകൾ അടങ്ങുന്ന 5 കിലോയിലേറെ ഭാരമുള്ള ഒരു സ്റ്റീൽ സിലിണ്ടറിക്കൽ IED ഡിവൈസാണ് കണ്ടെത്തിയത്. ഈ ജലാറ്റിൻ സ്റ്റിക്കുകളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തതിനു ശേഷം ഡിറ്റണേറ്റർ ഒരു ഫ്യൂസ് വയറിലേക്ക് ഘടിപ്പിച്ച് 150 മീറ്ററോളം അകലത്തിൽ ഉൾവനത്തിലേക്ക് ഈ വയർ ഘടിപ്പിച്ചിരുന്നു. അതായത് ആ ഭാഗത്തേക്ക് ആരെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ 2 വയറുകളും കൂടി ഒരുമിച്ച് ഘടിപ്പിച്ചാൽ ഉഗ്ര പ്രഹരശേഷിയോടുകൂടി വലിയ സ്ഫോടനം നടക്കുന്ന രീതിയിലേക്കാണ് ഇത്തരത്തിൽ ഈ ബോംബ് കുഴിച്ചിട്ടത്. ഈ മേഖലകൾ എന്ന് പറയുന്നത് നേരത്തെ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശമാണ്. കമ്പമല, മക്കിമല തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ തലപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ. ഈ മാവോയിസ്റ്റിന്റെ കബരീദളം വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു. പക്ഷേ അതിനിടെ ഇവർക്കിടയിൽ ചില പടലപ്പിണക്കങ്ങൾ ഉണ്ടായി. അന്യസംസ്ഥാനക്കാരായ മാവോവാദികൾ കേരളം വിട്ടു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്ന് നാമമാത്രമായ മാവോവാദി അംഗങ്ങൾ, അതായത് 4 പേർ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് എന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം. പ്രധാനമായും മാവോയിസ്റ്റുകൾക്ക് ഈയിടെ കണ്ണൂർ അയ്യൻകുന്ന് വനത്തിൽ വെച്ച് മാവോയിസ്റ്റ് അംഗമായ കവിതയ്ക്ക് വെടിയേറ്റ് കവിത മരിച്ചിരുന്നു. മാത്രമല്ല കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് ഈ വയനാട് പേരിയയിൽ നിന്ന് ചന്ദ്രു ഉണ്ണിമായ എന്നീ 2 മാവോയിസ്റ്റുകളും തണ്ടർബോൾട്ടിന്റെ പിടിയിലായിരുന്നു. ഇതിനെ തുടർന്ന് ഈ മാവോയിസ്റ്റ് നിർജീവമാണ് എന്നുള്ള ഒരു പൊതുബോധം സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇതിനെതിരെ തങ്ങൾ സജീവമാണ് വയനാടൻ കാടുകളിൽ എന്നുള്ള രീതിയിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ മാവോയിസ്റ്റുകൾ ഈ ബോംബ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളൊരു സൂചന പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ നമുക്ക് നൽകും. അല്പം മുൻപാണ് സ്പെഷ്യൽ ഓപ്പറേഷൻ വിങ്ങിന്റെ SOGയുടെ ഉന്നത ഉദ്യോഗസ്ഥനായ SP ആയ തബോഷ് ബസുമതിരി ഇപ്പോൾ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. മാനന്തവാടി DYSP ബിജുരാജ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തുണ്ട്. തണ്ടർബോൾട്ടിന്റെ വലിയൊരു സംഘം ഈ മേഖലയിൽ പരിശോധന നടത്തുന്നുണ്ട്. തലപ്പുഴ, മക്കിമല തുടങ്ങിയ വനമേഖല പ്രദേശങ്ങളിലെല്ലാം തന്നെ തണ്ടർബോൾട്ട് ഈ ആളുകൾക്കായി അരിച്ചു പെറുക്കുകയാണ്. മാവോയിസ്റ്റുകൾ തന്നെയാണ് ഈ ബോംബുകൾ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടത് എന്നുള്ള രീതിയിലുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഏതായാലും കൂടുതൽ അന്വേഷണത്തിനൊടുവിലേ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. ഏതായാലും വലിയ ആശങ്കയാണ് ഒഴിഞ്ഞത്. ഈ മേഖലയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ബോംബ് അല്പം മുൻപാണ് കണ്ണൂർ, കോഴിക്കോട് നിന്നുള്ള ബോംബ് സ്ക്വാഡുകൾ എത്തി നിർവീര്യമാക്കിയത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ദീപക് മോഹൻ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. തണ്ടർബോൾട്ടും പോലീസും ഒക്കെ സ്ഥലത്ത് തെരച്ചിൽ നടത്തുകയാണ്. IED ബോംബാണ് കണ്ടെത്തിയിരിക്കുന്നത്.